വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻസ് എന്ന യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് കാണുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്. 1.2-ലെ ഗ്രീറ്റിംഗ്സ്, പലതരത്തിലുള്ള ഗ്രീറ്റിംഗ്സ് ആണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേജ് നമ്പർ 6-ലെ ഗ്രീറ്റിംഗ്സ് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ലെറ്റസ് ഫസ്റ്റ് ലുക്ക് അറ്റ് എ സാമ്പിൾ taken from a novel of a conversation between old friends meeting after a long interval of time. അല്ലേ, രണ്ട് പഴയ സുഹൃത്തുക്കൾ തമ്മിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷനെയാണ് ഇവിടെ മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗ്രീറ്റിംഗ്സിലേക്ക് പോകാം. ഗ്രീറ്റിംഗ്സ് ഇങ്ങനെയാണ്: ഹലോ. ഗ്രീറ്റിംഗ്സ് എന്താണ്? ഹലോയാണ് അടുത്ത ഗ്രീറ്റിംഗ്സ്. നോക്കാം. ഹലോ രാജ്. അപ്പോൾ തിരിച്ച് ഗ്രീറ്റിംഗ്സ്. വെൽക്കം പ്രശാന്ത്. അപ്പോൾ പ്രശാന്തും രാജുവാണ് ഇവിടുത്തെ രണ്ട് സുഹൃത്തുക്കൾ. ആദ്യം പ്രശാന്ത് പറയുകയാണ് ഹലോ രാജ്. അപ്പോൾ രാജു പറയുകയാണ് വെൽക്കം പ്രശാന്ത്, ടേക്ക് എ സീറ്റ്. വരൂ പ്രശാന്ത്. സ്വാഗതം പ്രശാന്ത്, നീ നിൻ്റെ സീറ്റിലേക്ക് ഇരിക്കൂ. അല്ലേ. യു സ്റ്റാർട്ടഡ് മീ രാജ്. വെൻ ഡിഡ് യു ഗ്രോ സച്ച് ലോങ് ഹെയർ? യു ലുക്ക് ലൈക്ക് വൺ ഓഫ് ദോസ് ആൻഷ്യൻറ്റ് സ്റ്റേജ് ലിവിങ് ഔട്ട് ഇൻ ദി ജംഗിൾസ്. നിൻ്റെ ഹെയർ എന്താണ്? വളരെ വലുതാണ്. യു ലുക്ക് ലൈക്ക്, നിന്നെ ഇപ്പോൾ കണ്ടാൽ എന്തുപോലെ ഇരിക്കുന്നു? ഒരു ആൻഷ്യൻ്റ്, ഒരു സന്യാസിനിയുടെ രൂപമുണ്ടെന്നാണ് പറയുന്നത്. ജംഗിൾ, കാട്ടിലിരിക്കുന്ന ഒരു സന്യാസിനിയുടെ രൂപമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം. വെദർ ഐ ലുക്ക് ലൈക്ക് എ സേജ് ഓർ നോട്ട് ഈസ് ഡിബറ്റബിൾ. ദാറ്റ് ന്യൂ ഡൽഹി ഈസ് എ ജംഗിൾ ഈസ് നോട്ട്. കം ടെൽ us about good old Mumbai, which I miss so much. But first, ടീ ഓർ കോഫി. എന്താ പറയുന്നത്? ഐ ലുക്ക് ലൈക്ക് എ സാജ് ഓർ നോട്ട് ഈസ് ഡിബറ്റബിൾ. അതൊന്നും നമുക്ക് പരിഗണിക്കണ്ടേ. ഇപ്പം നമുക്ക് എന്താ പറയുന്നത്? ന്യൂഡൽഹി എന്ന് പറയുന്നത് ഒരു ജംഗിൾ പോലെയാണ്, എന്താ ഒരു കാട് പോലെയാണെന്ന് പറയുന്നത്. ഈസ് നോട്ട്. കം ടെൽ. മെയിനായിട്ടുള്ള നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ എന്താണ്? ഗുഡ് ഓൾഡ് മുംബൈ, നമ്മുടെ ആ പഴയ മുംബൈ, അതിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കപ്പ് ടീയോ കോഫിയോ കുടിച്ചിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീറ്റിങ്സ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഗ്രീറ്റിങ്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നോക്കാം, താഴെ പറഞ്ഞിരിക്കുന്നത് ഹലോ ഈസ് എ കോമൺ ഫോം ഓഫ് ഗ്രീറ്റിംഗ് എമംഗ് ഫ്രണ്ട്സ്. അല്ലേ, രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഹലോ എന്ന് യൂസ് ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഗ്രീറ്റിംഗ് ഫോമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കാം. താഴെ ദർ ക്യാൻ ബി വേരിയേഷൻ ഇൻ ദി ടോൺ ഇൻ വിച്ച് ഇറ്റ് ഈസ് സെഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇമോഷണൽ state of the speaker and the degree of intimacy between the people engaged in the conversation. There can be a variation in the tone in which it is said. അതായത് ആ പറയുന്ന ടോണിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അത് ഇമോഷൻ അനുസരിച്ച് മാറിയിരിക്കും. ഡിപ്പെൻഡ് അപ്പോൺ, അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന. നമ്മളൊരു ഹലോ ഹായ് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ഇമോഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൂണിനനുസരിച്ച് മാറിയിരിക്കും എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഇൻറ്റിമസി ബിറ്റ്വീൻ ദി പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദി കോൺവെർസേഷൻ. ഓക്കെ, ഇൻ ദിസ് കേസ് വി ക്യാൻ സീ ദാറ്റ് ദി ടു ഫ്രണ്ട്സ് ആർ ഓവർ ജോയ്ഡ് അറ്റ് മീറ്റിംഗ് ഈച്ച് അതർ. രണ്ട് ഫ്രണ്ട്സുകൾ ഓവർ ജോയിൻഡ് ആയിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതാണ് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈച്ച് അതർ. The comment on physical appearance reflected the degree of intimacy between the two. അതായത് അവരുടെ ഫിസിക്കലായിട്ടുള്ള ഇൻറ്റിമസിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് രണ്ടുപേരുടെ, അല്ലേ. അതുപോലെ തന്നെ there is also reference to Raj feeling of nostalgia about the days he spent in Mumbai. അതുപോലെ തന്നെ
രാജ് മുംബൈയിൽ സ്പെൻഡ് ചെയ്ത ആ ഒരു നൊസ്റ്റാൾജിയും അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ പിന്നെ അവിടെ എന്താണ് കാണുന്നത്, ദ നെക്സ്റ്റ് മൂവ് ഇൻ ദി കോൺവെർസേഷൻ ഈസ് ദി ഓഫറിങ് ഓഫ് എ ഡ്രിങ്ക് അല്ലേ. അതിൽ അടുത്തതായിട്ട് എന്താണ്, ഒരു ഓഫറിങ് ആണ്. ആ ഓഫറിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടീ അല്ലെങ്കിൽ കോഫി കുടിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് എ ഫുൾ സെൻറ്റൻസ് അല്ലേ, ഇതൊരിക്കലും ഒരു ഫുൾ സെൻറ്റൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ഫസ്റ്റ് ടീ ഓർ കോഫി അല്ലേ, ആദ്യം നമുക്ക് ഒരു ടീ അല്ലെങ്കിൽ കോഫി കുടിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പാൻഡ് ഇറ്റ് മീൻസ് വിൽ യു ഹാവ് ടീ ഓർ കോഫി. ഓക്കെ, അടുത്ത് പറയുന്നത് ഇൻഫോർമൽ സ്പീച്ച് യൂഷ്വലി ഹാസ് ഹാഫ് സെൻറ്റൻസ് ആൻഡ് phrases, but because the speaker and the listener are face to face, much of the conversation is understood throughout facial expression and gestures. അതായത് എന്താണ്, ഇപ്പം നമ്മളൊരു കോൺവെർസേഷൻ നടത്തുമ്പോൾ അത് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത് നല്ല ഒരു ഗുഡായിട്ടുള്ള ഇതാണ്, അണ്ടർസ്റ്റുഡ്, അത് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത വേറൊരു കോൺവെർസേഷൻ നോക്കാം. ഹിയർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്രീറ്റിംഗ്സ് ബിറ്റ്വീൻ എ ലൈബ്രറിയൻ ആൻഡ് ലൈബ്രറി മെമ്പർ. ഒരു ലൈബ്രറിയനും ലൈബ്രറി മെമ്പറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഹൗ ആർ യു ദിസ് മോർണിംഗ് സാർ? ആരാണ് പറയുന്നത്? ലൈബ്രറിയനാണ് പറയുന്നത്. ലൈബ്രറിയൻ പറയുകയാണ്, ഹൗ ആർ യു ദിസ് മോർണിംഗ് സാർ? ഇന്നത്തെ പകൽ എങ്ങനെയുണ്ടായിരുന്നു സാർ? അപ്പം നോക്കാം. ഓൾ റൈറ്റ്, താങ്ക് യു. ആൻഡ് ഹൗ ആർ യു? അയാൾ തിരിച്ചും വിഷ് ചെയ്യുന്നുണ്ടല്ലേ, ഹൗ ആർ യു എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഓൾ റൈറ്റ് എന്നുള്ള പദം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ എന്നുള്ളതും യൂസ് ചെയ്യാം. അങ്ങനെ പറയാം, ഫൈൻ, താങ്ക് യു ആൻഡ് ഹൗ ആർ യു എന്നും തിരിച്ച് ഗ്രീറ്റിംഗ് ചെയ്യാം. ഓക്കെ, നോക്കാം. അടുത്ത് പറഞ്ഞ് ഫൈൻ, ഹിയർ ആർ സം ന്യൂ അറൈവൽസ്. ഇവിടെ പുതിയ അറൈവൽസ് വന്നിട്ടുണ്ട്. യു ഹാഡ് റിയലി ബി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ന്യൂ ബുക്ക് ബൈ പർണക്. നീ ഈ ബുക്കിൽ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആവും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. താങ്ക് യു വെരി മച്ച്. ഐ റീഡ് ഹിസ് നോബൽ പ്രൈസ് സ്പീച്ച് ആൻഡ് ഐ ആം റിയലി eager to read all his works. ഓക്കെ, താങ്ക് യു പറയുന്നുണ്ട്. അതുപോലെ താങ്ക് യു വെരി സോ മച്ച് അല്ലേ, വളരെയധികം നന്ദി. ഐ റീഡ് അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് സ്പീച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്സ്, വർക്ക്സ് അതൊക്കെ വായിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലൈബ്രറിയനും അതുപോലെ തന്നെ ലൈബ്രറി മെമ്പറും തമ്മിലുള്ള കോൺവെർസേഷനാണല്ലേ. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ അല്ല. നോക്കുക, ഹൗ ആർ യു ദിസ് മോർണിംഗ് സാർ? അവിടെ ഒരു റെസ്പെക്റ്റ്ഫുള്ളോടെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, നോക്കാം. താഴെ നോക്കൂ. നോട്ടീസ് ദി റെസ്പെക്റ്റ്ഫുൾ ടോൺ ഓഫ് ദി ലൈബ്രറിയൻ ആൻഡ് ദി പൊളിറ്റിനൻസ് ഓഫ് ദി മെമ്പേഴ്സ് റെസ്പോൺസ് ടു ഇറ്റ് വിതൗട്ട് ബീയിങ് ഓവർ ഫ്രണ്ട്ലി. കണ്ടോ, അവർ പരസ്പരം ഓവർ ഫ്രണ്ട്ലി അല്ല, അവർ പരസ്പരം റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഹൗ ആർ യു അല്ലേ. ഈസ് റെസ്പോണ്ടഡ് ടു വിത്ത് ഓൾ റൈറ്റ്, താങ്ക് യു ഓർ മോർ കോമൺലി, ഫൈൻ, താങ്ക് യു. ദിസ് കുഡ് ബി ഫോളോഡ് ബൈ ആൻഡ് ഹൗ ആർ യു. ഹൗ ആർ യു, ഓക്കെ, ഫൈൻ, അതാ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ഗ്രീറ്റിംഗ് നോക്കാം. ലെറ്റ് us now look at a slightly more formal exchange of greeting between two neighbors. രണ്ട് നൈബേഴ്സ് അല്ലേ, അതായത് രണ്ട് വീട്ടിനടുത്തുള്ള അടുത്തടുത്ത് താമസിക്കുന്നവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡു യു ഡു മിസ്റ്റർ മെഹ്ത? അപ്പം നോക്കുക. ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി? ഐ എം സോറി ഐ ഡിഡൻറ്റ് നോട്ടീസ് യു. ഹൗ ഡു യു ഡു മിസ്റ്റർ മെഹ്ത? അവിടെ എന്താണ് ഹൗ ഡു യു ഡു? എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു ഗ്രീറ്റിംഗ് ആണ്. ഹൗ ഡു യു ഡു എന്ന് പറയുന്നത് സത്യത്തിലൊരു ബ്രിട്ടീഷ് വേർഡാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ആ ഒരു വാക്കിൽ, ഹൗ ഡു യു ഡു എന്നൊരു വാക്കിൽ ഉദ്ദേശിക്കുന്നത്.
ഹൗ ഡു യു ഡു മിസ്റ്റർ മെഹ്ത. അപ്പം തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി. തിരിച്ചും അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീറ്റിംഗ് ചെയ്യുന്നത്. ഐ എം സോറി ഐ ഡിഡൻറ്റ് നോട്ടീസ് യു. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ലേ. വെൽ ഐ ഹാവൻ സീ യു ഫോർ ക്വൈറ്റ് സം ടൈം. ഞാനും നിന്നെ അധികം നാളങ്ങനെ ക്വൈറ്റ് സം ടൈം കുറച്ച് നാളായിട്ട് കണ്ടില്ല എന്നാണ് പറയുന്നത്. വെൽ ആൾമോസ്റ്റ് എ വീക്ക് നോ. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായി എന്നാണ് തോന്നുന്നത്. ഐ വാസ് ഔട്ട് ഓഫ് ടൈം. ഞാൻ ടൗണിന് പുറത്തായിരുന്നു അല്ലേ. ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ് വിത്ത് യു മിസ്റ്റർ മെഹ്ത. എല്ലാം നല്ലതാണോ എന്നാണ് അവിടെ എല്ലാം ഓൾ റൈറ്റ് ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം. ഹൗ ഡു യു ഡു ഈസ് എ കോമൺ ഗ്രീറ്റിംഗ് എസ്പെഷ്യലി എമംഗ് ദി ബ്രിട്ടീഷ്. ഹൗ ഡു യു ഡു ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ. അതൊരു ക്വസ്റ്റ്യൻ അല്ല, അതെന്താണ്, ആ ബ്രിട്ടീഷിൻ്റെ ഒരു ഗ്രീറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രീറ്റിംഗ്. ദി റെസ്പോണ്ട് ടു ഹൗ ഡു യു ഡു ഈസ് ഹൗ ഡു യു ഡു. This example shows the kind of exchange that could take place between two neighbors used to seeing each other regularly. Okay. ഇനി അടുത്ത നോക്കൂ. Now look at this example. ഒരു എക്സാമ്പിൾ. ഹായ്. ഹായ് എന്നൊരു ഗ്രീറ്റിംഗ് തന്നുമ്പോൾ തിരിച്ച് ഹലോ എന്നൊരു ഗ്രീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വായ്. വാട്ട്സ് ദി മാറ്റർ. എന്താണ് ആ മാറ്റർ? നത്തിങ്, ഒന്നുമില്ല. Come on, get it off your chest. Thanks. It's nothing really. അതായത് ഇവിടെ ഹായ് എന്നധികം ഗ്രീറ്റിംഗ് ചെയ്തപ്പോൾ തന്നെ തിരിച്ച് റെസ്പോണ്ട് ഗ്രീറ്റിംഗ് ഹലോ എന്നാണ് പറഞ്ഞത്. ഹായ് എന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞ് തിരിച്ച് നമ്മൾ ഹായ് എന്ന് പറയണ്ടേ അല്ലേ. അതായത് ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ. ആ കോൺവെർസേഷനിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അതാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നോക്കാം. നോട്ടീസ് ഹൗ ദി എഫക്റ്റീവ് ഇഫ് യു സീവ് ഗ്രീറ്റിംഗ് ഹായ് ബൈ ദി ഫസ്റ്റ് സ്പീക്കർ ഈസ് റെസ്പോണ്ട് ടു വിത്ത് എ സ്റ്റിഫ് ഹലോ ബൈ ദി സെക്കൻഡ്. നോട്ടീസ് ദാറ്റ് ദി എക്സ്ചേഞ്ച് ഈസ് നോട്ട് ഓപ്പൺ അല്ലേ. അവിടെ അത്ര ഓപ്പൺ അല്ലായിരുന്നു. ദി സെക്കൻഡ് സ്പീക്കർ ഒബ്വൈസ്ലി ഈസ് നോട്ട് എ മൂഡ് ടു ടാക്ക് ഫ്രീലി. സെക്കൻഡ് സ്പീക്കർ എന്താണ്, സെക്കൻഡ് സ്പീക്കറിന് ടോക്ക് ചെയ്യുന്നതിൽ അത്ര ഒരു മൂഡില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. ഹലോ ഈസ് ലെസ് ഇൻഫോർമൽ ദാൻ ഹായ് അല്ലെ. ഹായേക്കാളും ലെസ് ഇൻഫോർമലാണ് ഹലോ എന്ന് പറയുന്നത്. വി യൂസ് ഹായ് വിത്ത് വെരി ക്ലോസ് ഫ്രണ്ട്സ്. നമ്മൾ ഹായ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടായിരിക്കും. നോട്ട് ജനറലി വിത്ത് ഓൾഡർ പീപ്പിൾ ഓർ പീപ്പിൾ ഹൂ ആർ സർപ്രൈസ് അറ്റ് വർക്ക്. സുപ്പീരിയേഴ്സ് അറ്റ് വർക്ക്. നമ്മുടെ സുപ്പീരിയർ വർക്ക് പ്ലേസിലുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളിൻ്റെയോടോ അല്ലെങ്കിൽ ഓൾഡർ ആയിട്ടുള്ള ഒരു പീപ്പിളിൻ്റെയോടോ നമ്മൾ ഒരിക്കലും ഹായ് എന്ന് പറയത്തില്ല. നമ്മുടെ ഏറ്റവും കൊളീഗായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ ഹായ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കാം അടുത്ത് വേർഡ്. ഹലോ ഈസ് ആൾസോ ദി മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഗ്രീറ്റിംഗ് വിത്ത് വിച്ച് ഓൺ റിസീവ്സ് എ ടെലഫോൺ കോൾ. ഒരു ടെലഫോൺ കോൾ അല്ലേ, നമ്മൾ ടെലഫോണിലാണ് എന്ത് ഹലോ എന്നുള്ള വാക്ക് മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പറയുന്നത് ഹലോ, HELLO, ഹലോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഹലോ അതായത് HULLO യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഹലോ HALLO ആ വേരിയേഷൻ ഓഫ് ദി സെയിം വേർഡ്സ് അല്ലേ. അതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും സൗണ്ട് എന്ന് പറയുന്നത് അല്ലേ വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ച് എമോഷൻസിനനുസരിച്ചുള്ള ആ വേരിയേഷൻസാണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അതർ വേസ് ഓഫ് ഗ്രീറ്റിംഗ്സ് ആർ. നോക്കാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇൻ ദി സെക്കൻഡ് ഇൻസ്റ്റൻസ് ദി വേർഡ് ഗുഡ് ഈസ് നോട്ട് uttered around but is understood. Good evening, nice to see you. Hello, seeing you after a long time. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയാണ്. നൈസ് ടു സീ, നിങ്ങളെ കണ്ടതിൽ നന്ദി. ഗുഡ് ഈവനിങ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കുറേ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 1 അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് ഡൗൺ 5 other greetings you hear being used by people around you or on television or any English movie അല്ലേ.
നമ്മുടെ ചുറ്റുപാടും ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇംഗ്ലീഷ് മൂവിയിൽ കണ്ടതോ അല്ലെങ്കിൽ ടെലിവിഷനിൽ കണ്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കുറച്ച് ഗ്രീറ്റിംഗ് എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ പേജ് നമ്പർ, അതിൻ്റെ ആൻസർ ഇതിൽ തന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 70, പേജ് നമ്പർ 70 തന്നിട്ടുണ്ട്. നോക്കാം വേറുള്ള ഗ്രീറ്റിങ്സ്. ഫസ്റ്റ് പറയുന്നത് ക്യാൻ ബിലീവ് ഇറ്റ്, ഹൗ നൈസ് ടു സീ യു ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം. എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഹൗ നൈസ് ടു സീ യു ആഫ്റ്റർ, ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെ കണ്ടപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ഗുഡ് ഈവനിങ്, സോ ഗ്ലാഡ് ടു സീ യു, അത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഹൗ ലവ്ലി യു ആർ, ജസ്റ്റ് ദ പേഴ്സൺ ഐ വാസ് തിങ്കിങ് ഓഫ്. ഓക്കെ, അങ്ങനെ കുറച്ച് ഗ്രീറ്റിങ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ഒരു ടോപ്പിക് ഗ്രീറ്റിങ്സ് എന്നുള്ളതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. Have a nice day.